പരിവാർ അജണ്ട തകർത്ത് നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ തുറന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തുടർന്ന് മൃതദേഹം അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് നൽകുകയും ചെയ്യും, അല്ലേ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം നടപടി കൃത്യം 11 മണിയോടുകൂടിയാണ് ആരംഭിച്ചത്. ഏകദേശം 2 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അല്പ നിമിഷങ്ങൾക്കകം തന്നെ ഈ ഗോപന്റെ മകൻ സനന്ദനെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മൂത്ത മകനെ അവിടെ പോലീസ് ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് ഈ മൃതദേഹം എത്തിക്കുന്നതിന് തൊട്ടു പിന്നാലെ എത്തിച്ചതാണ്. ഈ സനന്ദന് തന്നെ രേഖാമൂലം എഴുതി ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നു എന്ന് രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ഈ മൃതദേഹം കൈമാറും. അല്പനിമിഷങ്ങൾക്ക് തന്നെ ഈ മൃതദേഹമായി പുറത്തേക്ക് അവർ വരും എന്നതാണ് നമുക്കിപ്പോ ലഭിക്കുന്ന വിവരം. നമ്മൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ നിലവിൽ നിൽപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടി ആയി ബന്ധപ്പെട്ട് മോർച്ചറിയിൽ വിവിധ തരത്തിലാണ് ഇതിന്റെ പരിശോധന നടത്തുക. ഒന്ന്, ഈ മരണം സംബന്ധിച്ച സ്ഥിരീകരണം എങ്ങനെയാണ്, എപ്പോഴാണ് ഗോപൻ മരിക്കുന്നത് എന്നതാണ്. വിഷമുള്ളിൽ ചെന്നിട്ടുണ്ടോ, പരിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, സ്വാഭാവിക മരണമാണോ എന്ന പരിശോധന നടത്തിയതുണ്ട്. ഈ വിഷാംശം ഉണ്ടോ എന്ന് അറിയാൻ ആന്തരിക അവയവങ്ങളുടെ പരിശോധന സാമ്പിൾ ശേഖരിച്ച ശേഷം അത് പരിശോധനയ്ക്ക് അയക്കണം. ഈ പരിശോധന ഫലം വരുന്നതിന് ഏകദേശം ഒരാഴ്ചയോളം സമയമെടുക്കും. മറ്റ് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടോ എന്നതാണ് പരിശോധന. അത് റേഡിയോളജി എക്സ്റേ പരിശോധന നടത്തി അതിന്റെ റിസൾട്ട് ഉടൻ തന്നെ പ്രാഥമിക പരിശോധന തന്നെ ഈ പരിശോധിക്കുന്ന ഡോക്ടർമാർക്ക്, ഫോറൻസിക് വിദഗ്ധർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച ഫലവും ലഭിക്കും. ഇവയെല്ലാം ലഭിച്ച ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക വിവരങ്ങൾ കൈമാറും. ഇത് കൈമാറുന്നത് സംബന്ധിച്ച് സമഗ്രമായ വിവരങ്ങളാണ്. കാരണം ഇത് ഏകദേശം 9-ാം തീയതി മരിക്കുന്നു. അതിനുശേഷം ഇത്രയും ദിവസം പഴക്കമുള്ള ശരീരമാണ്. ഇത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ദേഹത്തിൽ എന്തെങ്കിലും ചതവോ ഒടിവോ മറ്റു പാടുകളോ ഉണ്ടോ എന്ന് സംബന്ധിച്ച് പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ പ്രാഥമിക പരിശോധന ഡോക്ടർമാർ നടത്തുന്നു. തുടർന്ന് ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയും നടത്തി ആ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമുള്ള റിപ്പോർട്ടാണ് നൽകുക. ഒപ്പം തന്നെ മരിച്ചത് ഈ പറഞ്ഞ പരാതി നൽകിയവർ, ബന്ധുക്കളൊക്കെ തന്നെ ഇത് ഗോപന്റെ ശവശരീരമാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രീയമായി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് DNA സാമ്പിൾ എടുത്ത ശേഷം DNA പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അന്തിമ ഫലം ലഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സംബന്ധിച്ച് ദുരൂഹത നീക്കുകയാണ്. ഈ 9-ാം തീയതി പകൽ 11 മണിക്ക് മരിക്കുന്നു. 3:45 ഈ അവർ പറയുന്ന ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കി സമാധിയാക്കി എന്ന് മക്കൾ പറയുന്നത്. അതുവരെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വീട്ടുകാരല്ലാതെ മറ്റ് പുറം ലോകം ആരും അറിഞ്ഞിട്ടില്ല. പോലീസിനും ഇവർ മരിച്ചു എന്ന് പറയുന്ന 11 മണി ആണ് സമയം രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ ശേഷം മരണസമയത്ത് വ്യത്യാസമുണ്ടോ, മരിച്ച ശേഷമാണോ ഈ സമാധി എന്ന കർമ്മത്തിലേക്ക് ഇവർ ഈ കല്ലറയിലേക്ക് അടക്കം ചെയ്തത്, ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയുണ്ടോ ശാരീരിക അവയവങ്ങളിലും, ഒപ്പം തന്നെ ഈ രാസപരിശോധനയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടത്. ഏകദേശം ഒരാഴ്ചയാണ് പരമാവധി ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കേണ്ടത്. ഇതിന്റെ പ്രാഥമിക വിവരങ്ങൾ പോലീസിന് റിപ്പോർട്ട് കൈമാറും. അത് എന്നാണ് എന്ന കാര്യം ഈ ഫോറൻസിക് വിദഗ്ധരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക.